മലപ്പുറം നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ ആംബുലൻസ് ഡ്രൈവറുടെ പരാക്രമം അത്യാഹിത വിഭാഗത്തിൽ ആയുധവുമായി എത്തിയായിരുന്നു പരാക്രമി അരങ്ങേറിയത്. സംഭവത്തിൽ CCTV ദൃശ്യങ്ങൾ പുറത്തു. നമുക്ക് ആദ്യം ആ ദൃശ്യമൊന്ന് കാണാം. ആയുധമായി വന്ന ആംബുലൻസ് ഡ്രൈവറുടെ പരാക്രമം ആരംഭിക്കാൻ പോകുന്നു. കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ ഇത്തരമൊരു പരാക്രമം നടന്നാണ് ഒരു ജൂനിയർ ഡോക്ടറുടെ ജീവൻ അപഹരിച്ചത്. ഇത്തരം ആളുകളെ അപ്പോൾ തന്നെ സെക്യൂരിറ്റിക്ക് കൈകാര്യം ചെയ്യാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ് എന്ന് മനസ്സിലാകുന്നില്ല. ഗൂഗിൾ കെ വേണുഗോപാൽ നമുക്കൊപ്പം ചേരുകയാണ് വിവരങ്ങൾ നൽകാൻ. ഗൂഗിൾ, ഈ പരാക്രമം തുടങ്ങാൻ പോകുന്നു എന്നറിഞ്ഞപ്പോൾ തന്നെ പരാക്രമി കീഴ്പ്പെടുത്താൻ കഴിഞ്ഞില്ലേ സെക്യൂരിറ്റിക്ക്? SK ഇന്നലെ രാവിലെ 7:30 ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത്. നിലമ്പൂർ ജില്ലാ ആശുപത്രിക്ക് മുമ്പിൽ ആംബുലൻസ് ഓടിക്കുന്ന ഡ്രൈവറാണ് മുജീബ് എന്ന് പറയുന്ന വ്യക്തിയാണ് കയ്യിൽ ചുറ്റിക പുറകിൽ ആരെയും കാണാതെ ഒളിപ്പിച്ചു വെച്ചുകൊണ്ട് ആശുപത്രിക്കകത്ത് കടന്ന് പരാക്രമം നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇയാളുടെ തന്നെ സഹപ്രവർത്തകനായിട്ടുള്ള അസ്കറിനെ ആക്രമിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഇദ്ദേഹം ആശുപത്രിയിലെ അകത്തേക്ക് എത്തിയത്. കാരണം ഇവർ തമ്മിൽ നേരത്തെ ചില കശപിശ അടിപിടി ബഹളങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ പരിക്ക് പറ്റിയതിന്റെ അടിസ്ഥാനത്തിലാണ് അസ്കറിനെ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ അത്യാഹിത വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചത്. ഇവർ നേരത്തെ ആംബുലൻസ് ഒരുമിച്ച് പ്രവർത്തിപ്പിച്ചിരുന്ന ആളുകളുമായിരുന്നു. അതുമായി ബന്ധപ്പെട്ട തർക്കത്തെ തുടർന്ന് അസ്കറിന് പരിക്ക് പറ്റുകയും അസ്കറിനെ ആശുപത്രി പ്രവേശിപ്പിക്കുകയും ചെയ്തു. തുടർന്ന് അസ്കറിനെ വീണ്ടും മർദ്ദിക്കാനും ആക്രമിക്കാനും വേണ്ടിയിട്ടായിരുന്നു ഈ മുജീബ് പറയുന്ന വ്യക്തി ഈ ഹാമർ ചുറ്റിക പുറകിൽ ഒളിപ്പിച്ച് വെച്ചുകൊണ്ട് ഇതിനകത്തെ പ്രവേശിച്ചു. ആ സമയത്ത് തന്നെ ജീവനക്കാർ ഇടപെട്ടതുകൊണ്ടാണ് വലിയ രീതിയിലുള്ള അക്രമങ്ങളൊന്നും ഉണ്ടാവാതെ, അവിടെ ഒരു വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാതെ രക്ഷപ്പെട്ടത്. എന്നാൽ സൂപ്രണ്ടിന്റെ പരാതിയിൽ നിലമ്പൂർ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിട്ടുണ്ടെങ്കിലും കേസെടുക്കാൻ ഇതുവരെ പോലീസ് തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഇതിലെ പ്രധാനപ്പെട്ട കാര്യം. കാരണം ആശുപത്രിയിലകത്തേക്ക് ഒരാൾ ചുറ്റികമായി വന്ന് അതിനുള്ളിൽ അക്രമം നടത്തുകയും ജീവനക്കാർ ഉൾപ്പെടെ ഭീഷണിപ്പെടുത്തുകയും അവരുടെ ഡ്യൂട്ടിക്ക് പ്രവർത്തനത്തിൽ തടസ്സമുണ്ടാകുന്ന രീതിയിൽ പ്രവർത്തനം നടത്തുകയും ഒക്കെ ചെയ്തിട്ട് ജില്ലാ ആശുപത്രിയുടെ സൂപ്രണ്ട് തന്നെ നേരിട്ട് പോലീസിൽ പരാതി നൽകിയതിനു ശേഷവും ഇതുവരെ FIR ഇടാൻ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഇതിലെ പ്രധാനപ്പെട്ട കാര്യം. ഈ കേസ് ഇവർ തമ്മിലുള്ള അസ്കറും മുജീബും തമ്മിലുള്ള കേസ് ഒത്തുതീർപ്പാക്കാനുള്ള ശ്രമം പുറമേ നടക്കുന്നു എന്നാണ് പോലീസുമായി ബന്ധപ്പെട്ട സമയത്ത് നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കുന്നത്. കാരണം ആശുപത്രിക്കകത്തേക്കൊക്കെ കയറി ഇത്തരത്തിലുള്ള അക്രമം നടത്തുന്ന സമയത്ത് കേസ് ഒത്തുതീർപ്പാക്കാനുള്ള ശ്രമങ്ങൾ പുറമേ നടത്തുന്നു എന്ന് പറഞ്ഞ് ഒഴിയുന്ന ഒരു സമീപനമാണ് പോലീസിന്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. SK